എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ അത്യന്തം മഹത്വമുള്ള ഒരു ദിവ്യ സ്ഥാനത്തെക്കുറിച്ചാണ്. വടക്കിൻ്റെ കാശി എന്ന വിശേഷണത്തോടെ അറിയപ്പെടുന്ന പ്രകൃതിയും പരമശിവനും ഒന്നായി അനുഭവപ്പെടുന്ന ആ അത്ഭുത ഭൂമിയാണ് കൊട്ടിയൂർ. വർഷത്തിൽ ഒരിക്കൽ വൈശാഖ മാസത്തിൽ തുറക്കുന്ന കൊട്ടിയൂർ മഹാക്ഷേത്രം ഒരു സാധാരണ ക്ഷേത്ര ദർശനം മാത്രമല്ല, അത് പലരുടെയും ജീവിതത്തിൽ വഴിത്തിരിവുകൾ സൃഷ്ടിച്ച ഒരു അനുഭവമാണ്. ഒരുപാട് ആളുകൾ മനസ്സിൽ കഷ്ടതകളുമായി, കുടുംബ പ്രശ്നങ്ങളുമായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി, ആരോഗ്യ പ്രശ്നങ്ങളുമായി അവിടെ എത്തി മടങ്ങുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സമാധാനം ലഭിച്ചതായി പറയാറുണ്ട്. കൊട്ടിയൂരിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, ഇവിടെ പ്രകൃതി തന്നെയാണ് ക്ഷേത്രം. മലയും കാടും നദിയും കാറ്റും ഒക്കെ ചേർന്ന് ശിവതത്വത്തെ അനുഭവിപ്പിക്കുന്ന ഒരു പുണ്യഭൂമി. അതുകൊണ്ടാണ് കൊട്ടിയൂർ ദർശനത്തെ ഒരു യാത്രയായി മാത്രം കാണാതെ ജീവിതത്തിൻ്റെ ഒരു ആത്മീയ അനുഭവമായി പലരും കാണുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ എത്തുന്നത് വെറുതെയല്ല. ചിലർ പ്രാർത്ഥിക്കാൻ, ചിലർ നന്ദി പറയാൻ, ചിലർ പരിഹാരം തേടാൻ, ചിലർ ഒരു പ്രതീക്ഷയോടെ. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും, എന്ത് ചെയ്താലും മുന്നോട്ട് പോകാത്ത സമയം, മനസ്സിലൊരു അസ്വസ്ഥത, വീട്ടിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കുകളാകുന്ന സമയം, വരുമാനമുണ്ടെങ്കിലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ, എത്ര ശ്രമിച്ചിട്ടും ഫലം കിട്ടാതെ വരിക. ചിലപ്പോൾ നമുക്ക് കാരണം പോലും മനസ്സിലാകില്ല. അത്തരം സമയങ്ങളിൽ ഭക്തിയോടെ ദൈവസന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുന്നത് മനസ്സിനും ജീവിതത്തിനും ഒരു പുതിയ ഊർജം നൽകാറുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഈ വർഷവും പ്രത്യേക ആത്മീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ചില നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് കൊട്ടിയൂർ ദർശനം ഏറെ ഗുണം നൽകുമെന്നാണ് വിശ്വാസം. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം, സന്താന ഭാഗ്യം, ഗ്രഹദോഷ ശമനം, പിതൃദോഷ വിമോചനം, തൊഴിൽ വിജയം, മനസമാധാനം, ഇങ്ങനെ പല അനുഗ്രഹങ്ങളും ഈ സമയത്ത് ലഭിക്കുമെന്നാണ് ഭക്തരുടെ അനുഭവം. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും തന്നെ മുഴുവനായും കാണുക. നിങ്ങളുടെ നക്ഷത്രമോ കുടുംബത്തിലെ ആരുടെയെങ്കിലും നക്ഷത്രമോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു ദർശനം, ഒരു പ്രാർത്ഥന, ഒരു വിശ്വാസം ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തുടക്കമാകാം. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കൊട്ടിയൂരിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭക്തിയുള്ളവർക്ക് മനസ്സിലൊരു പ്രത്യേക വികാരം ഉണ്ടാവാറുണ്ട്. കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലെയും പോലെ ശില്പഭംഗിയും വലിയ ഗോപുരങ്ങളും ഇവിടെയില്ല. പക്ഷേ പ്രകൃതിയുടെ നടുവിൽ മഹാദേവൻ സാക്ഷാൽ സന്നിഹിതനാണെന്ന് അനുഭവിപ്പിക്കുന്ന ഒരു ദിവ്യശക്തി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പോയവർ വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് കൊട്ടിയൂർ ദർശനം വലിയ ആത്മീയ ആശ്വാസം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലിയ അകലം സൃഷ്ടിക്കുന്ന കാലമാണിത്. ചില വീടുകളിൽ സംസാരമില്ലാത്ത അവസ്ഥ, ചിലർ ഒരുമിച്ച് ജീവിച്ചിട്ടും മനസ്സിൽ ദൂരം അനുഭവിക്കുന്നു. അത്തരം ആളുകൾ കൊട്ടിയൂരപ്പൻ്റെ സന്നിധിയിൽ എത്തി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധങ്ങളിൽ മൃദുത്വം തിരികെ വരുമെന്നാണ് പലരും പറയുന്നത്. സ്നേഹത്തോട് സംസാരിക്കാൻ കഴിയാത്തവർക്ക് സംസാരിക്കാൻ മനസ്സുണ്ടാകും. തെറ്റിദ്ധാരണകൾ കുറയും, കുടുംബത്തിൻ്റെ ഊർജം മാറും. സന്താനഭാഗ്യത്തിനായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവർക്ക് കൊട്ടിയൂർ ഒരു പ്രതീക്ഷയുടെ കേന്ദ്രമാണ്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞിനെ ലഭിച്ചവർ നന്ദി പറയാൻ വീണ്ടും വരുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഭക്തിയോടെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ഇവിടെ പ്രത്യേക ആത്മീയ ശക്തിയുണ്ടെന്ന് വിശ്വാസികൾ പറയാറുണ്ട്. പിതൃദോഷത്തെക്കുറിച്ച് പലരും പറയാറുണ്ട്. കുടുംബത്തിൽ തലമുറകളായി ഒരേപോലുള്ള പ്രശ്നങ്ങൾ, ഒരാൾക്ക് ജോലി നഷ്ടം, മറ്റൊരാൾക്ക് ആരോഗ്യ പ്രശ്നം, മറ്റൊരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, കാരണം പിടികെത്താത്ത അവസ്ഥ,
അത്തരക്കാർ കൊട്ടിയൂരിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്ന അനുഭവം ലഭിക്കുമെന്നാണ് വിശ്വാസം. കുടുംബത്തിലൊരു നല്ല മാറ്റം പതിയെ തുടങ്ങാറുണ്ട്. രോഗബാധകളും മാനസിക അസ്വസ്ഥതകളും അനുഭവിക്കുന്നവർക്കും കൊട്ടിയൂർ വലിയ ആശ്വാസമാണ്. ചിലപ്പോൾ ശരീരത്തെക്കാൾ മനസ്സാണ് ക്ഷീണിക്കുന്നത്. ഉറക്കം കുറയുന്നു, ഭയം കൂടുന്നു, ചിന്തകൾ നിയന്ത്രിക്കാനാവാതെ വരും. അത്തരം സമയങ്ങളിൽ പ്രകൃതിയുടെ നടുവിൽ നിൽക്കുന്ന ആ സന്നിധി തന്നെ മനസ്സിന് സമാധാനം നൽകും. കാടിന്റെ ശബ്ദം, നദിയുടെ ഒഴുക്ക്, ഭക്തരുടെ പ്രാർത്ഥന, ഇവ ഒക്കെ ചേർന്ന് മനസ്സിനെ ശാന്തമാക്കും. ഇനി ചില നക്ഷത്രക്കാരെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. ആദ്യം തന്നെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് അടുത്ത കാലത്ത് മനസ്സിൽ അസ്വസ്ഥതയും സാമ്പത്തിക തടസ്സവും ഉണ്ടായിട്ടുണ്ടാവാം. പല പദ്ധതികളും നീളുന്നു. ചിലർ നല്ല അവസരത്തിൻ്റെ അരികിലെത്തി തിരികെ പോകുന്ന അവസ്ഥ കാണുന്നു. എന്നാൽ ഈ സമയത്ത് ഭക്തിയോടെ കൊട്ടിയൂരപ്പനെ ദർശിച്ചാൽ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ തുടങ്ങും എന്നാണ് വിശ്വാസം. വൈകിയ കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങും. അടുത്തതായി ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ സമ്മർദ്ദങ്ങൾ മാറാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനും ഈ ദർശനം ഗുണം ചെയ്യും. ചിലർക്ക് കടബാധ്യതയുടെ ഭാരം കുറയാൻ തുടങ്ങും. അനാവശ്യ ചിലവുകൾ നിയന്ത്രണത്തിലാകും. ബന്ധങ്ങൾ കൂടുതൽ സ്നേഹപൂർവമാകും. വേർപിരിഞ്ഞവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാകാം. അതുപോലെ തന്നെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സമാധാനം തിരികെ ലഭിക്കാനും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കുറയാനും ഈ സമയം അനുയോജ്യമാണ്. ദാമ്പത്യ ജീവിതത്തിലെ സംഘർഷങ്ങൾ കുറയും. പരസ്പരം മനസ്സിലാക്കൽ കൂടും. വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ പോസിറ്റീവാകും. അടുത്തതായി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ വലിയ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുള്ള സമയമാണ്. ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ പുതിയ അവസരങ്ങളും ലഭിക്കാനും സാഹചര്യമുണ്ട്. മത്സരത്തിൽ മുന്നിലെത്താൻ കഴിയും. ആത്മവിശ്വാസം കൂടും. കൊട്ടിയൂരിലേക്ക് പോകുന്നവർ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രയെ ഒരു ടൂറായി കാണാതെ ഒരു ആത്മീയ ഒരുക്കമായി കാണുക. മനസ്സിനെ ശാന്തമാക്കുക. ഭക്തിയോടെ പോവുക. ചിലർ വ്രതം നോക്കി പോകാറുണ്ട്, ചിലർ പ്രത്യേക പ്രാർത്ഥനയോടെ. ഓരോരുത്തരുടെയും വിശ്വാസം വ്യത്യസ്തമെങ്കിലും ഭക്തിയാണ് പ്രധാനം. തിരികെ മടങ്ങുമ്പോൾ മനസ്സിൽ ഒരുപാട് പേർക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാകാറുണ്ട്. എന്തോ ഒരു ഭാരം ഇറങ്ങിയ പോലെ, മനസ്സിലൊരു ലഘുത്വം, അതുപോലെ തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന് ഉള്ളിലൊരു ഉറപ്പ്. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. ജീവിതം എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ പരീക്ഷണങ്ങൾ വരും, ചിലപ്പോൾ അനുഗ്രഹങ്ങൾ വേഗത്തിൽ വരും, ചിലപ്പോൾ കാത്തിരിപ്പ് നീളും. പക്ഷേ വിശ്വാസം ഉള്ളിടത്ത് മനസ്സിന് കരുത്തുണ്ടാകും. ആ കരുത്ത് തന്നെയാണ് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അതുകൊണ്ട് തന്നെ ഒരു ഉത്സവം മാത്രമല്ല, അനേകം കുടുംബങ്ങളുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും ചേർന്ന ഒരു ആത്മീയ യാത്രയാണ്. ഒരാൾ ഭക്തിയോടെ അവിടെ നിൽക്കുമ്പോൾ പ്രകൃതിയുടെ നടുവിൽ മഹാദേവന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുവെന്ന് പലരും പറയുന്നത് വെറുതെയല്ല. പരമാവധി എല്ലാവരും തന്നെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ പരാമർശിച്ചിട്ടുള്ള നക്ഷത്രക്കാർ പ്രത്യേകമായും പോകുവാൻ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഒരു ക്ഷേത്രോത്സവം മാത്രമല്ല, ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്. ഓരോ വർഷവും ആയിരങ്ങളാണ് അവിടെ എത്തുന്നത്. ഈ ഭക്തജനങ്ങളുടെ തിരക്ക് വെറുതെയല്ല. ചിലർ നന്ദിയോടെ അവിടേക്ക് വരുന്നു, ചിലർ കണ്ണീരോടെ, ചിലർ പ്രതീക്ഷയോടെ, ചിലർ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം തേടി. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ രീതിയിൽ ഉത്തരമുണ്ടാകില്ല. ജീവിതത്തിൽ പരിശ്രമവും ക്ഷമയും ആവശ്യമാണ്. പക്ഷേ ഭക്തിയും വിശ്വാസവും പലർക്കും മനസ്സിന് ശക്തി നൽകാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വേണ്ടത് അതാണ്, ഉള്ളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി. നിങ്ങൾക്ക് കൊട്ടിയൂരിൽ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭക്തിയോടെ അവിടെ പോവുക. മഹാദേവന്റെ സന്നിധിയിൽ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക, നന്ദി പറയുക, അനുഗ്രഹം ചോദിക്കുക. മനസ്സിലൊരു സമാധാനം നിറയട്ടെ. ഈ വീഡിയോയിൽ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രമോ കുടുംബത്തിലെ ആരുടെയെങ്കിലും നക്ഷത്രമോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയാം. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും ആരോഗ്യവും സാമ്പത്തിക ഐശ്വര്യവും നിറയട്ടെ. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി നല്ല അവസരങ്ങൾ തുറക്കട്ടെ. ഓം നമഃ ശിവായ. മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.